ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് ഒരു പുതിയ ബിയർ ആൻഡ് വൈൻ ലൈസൻസ് അനുവദിച്ചിട്ടുണ്ട്. അത് ടൂറിസം മേഖല ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ പ്രദേശത്തിന് എന്ത് ടൂറിസം പ്രത്യേകതയാണ് ഉള്ളത്? വിനോദസഞ്ചാരവുമായിട്ട് ആ സ്ഥലത്തിന് എന്ത് ബന്ധമാണുള്ളതെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങ് നോട്ടിഫൈ ചെയ്യുന്നു, അവിടെ ഒരു ലൈസൻസ് അങ്ങ് അനുവദിക്കുന്നു. അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു വലിയ ബൃഹത് രൂപമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതായത് ടൂറിസം മേഖലയിലെ ബാറുകളും മറ്റു സ്ഥലങ്ങളിലെ ബാറുകളും അതിൻ്റെ പ്രവർത്തന സമയമൊക്കെ ഏകീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഈ മറ്റ് പ്രദേശങ്ങളിലെ ബാറുകൾക്ക് 2 മണിക്കൂർ സമയം കൂട്ടിക്കൊടുക്കുന്നു. ഏതായാലും ഈ ബാറിൽ തൊട്ടുള്ള കളി, മദ്യത്തെ തൊട്ടുള്ള കളി അത്ര നല്ലതാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. നേരത്തെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ബാർ ഉടമകളുടെ സംഘടനാ യോഗത്തിൽ നടന്ന ചർച്ച എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് പണം പിരിച്ചു കൊടുത്താൽ പ്രവർത്തന സമയം നീട്ടിത്തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും അതിനു വേണ്ട ശ്രമങ്ങൾ നടത്തണമെന്നും ഒക്കെ പറയുന്ന ഒരു ശബ്ദരേഖ അത് പുറത്തു വന്ന് വലിയ വിവാദമായി. അത് സംബന്ധിച്ച് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. അന്ന് അത് നടന്നില്ല. പിന്നീട് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചില കടലാസ് സ്ഥാപനങ്ങൾക്ക്, കമ്പനികൾക്ക് ബ്രൂവറീസും ഡിസ്റ്റിലറീസും ഒക്കെ അനുവദിക്കാൻ ശ്രമം നടന്നു. അതും വലിയ വിവാദമായി. അപ്പോൾ അതും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് പാലക്കാട് എലപ്പുള്ളിയിൽ ഒരു ബ്രൂവറീസ് അനുവദിക്കാനുള്ള ലൈസൻസ് കൊടുത്തതാ, തീരുമാനമെടുത്തതാ. പക്ഷെ ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു. അപ്പൊ ഈ മദ്യത്തെ തൊട്ടുള്ള കളി ഇത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് വരിക 2 മാസത്തിനകം. ഇപ്പൊ ഉടനെ പ്രഖ്യാപനം നടക്കും. അതുകൊണ്ടാണല്ലോ ഈ സ്പീഡില് ഫയലുകൾ നീങ്ങിയതും തീരുമാനങ്ങളും ഉണ്ടായതും. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പോട്ടന്മാരാണെന്ന് വിചാരിക്കരുത് കേട്ടോ.